എൻ്റെ ഭർത്താവ് പതിവില്ലാതെ ബാങ്കിലേക്കും അതുപോലെ മാർക്കറ്റിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും 10-30 വർഷം കൊണ്ടുപോകാതിരുന്ന ആ ഭർത്താവ് തൻ്റെ ഭാര്യ എല്ലാ സ്ഥലത്തേക്കും കൂട്ടുകയാണ്. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ അള്ളാഹുവിലേക്ക് യാത്രയായി. ആ ഭാര്യ തൻ്റെ മക്കളോട് പറയുന്നത്, ഉപ്പ മരണപ്പെട്ടു പോകുമെന്ന് ഉപ്പയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയാലും ജീവിത പങ്കാളിയായ ഞാൻ വിഷമിക്കരുത് എന്ന് മനസ്സിലാക്കി ബാങ്കുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഷോപ്പിലേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൊബൈലിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു. ആ ഭർത്താവായ ഞാനിവിടെ ഇല്ലെങ്കിലും മത്സ്യം വേണമെങ്കിലും മാംസം വേണമെങ്കിലും അത് വീട്ടിലിരുന്ന് എങ്ങനെയാണ് അത് ഓർഡർ ചെയ്ത് എടുക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗം അള്ളാഹുവിലേക്ക് വളരെ പെട്ടെന്ന് യാത്രയാകും. പക്ഷേ ആ ജീവിത പങ്കാളിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് സംതൃപ്തമായി അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ പരിശുദ്ധ റമദാനിലേക്ക് 10-16 ദിവസം മാത്രം ഇനി നമുക്ക് ബാക്കിയാകുന്നു. അങ്ങനെ ബാക്കിയാകുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് നാം അതിലേക്ക് എന്ത് ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരം കഴിഞ്ഞ് എൻ്റെ വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ മസ്ജിദിൽ 1-ാമത്തെ സഫിൽ സ്ഥിരമുണ്ടാകാറുള്ള ഷാഹുൽ ഹമീദ് സാഹിബ് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി. അള്ളാഹു എൻ്റെ ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ പലരുമൊക്കെ റമദാനിനെ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ റമദാനിലേക്ക് എത്തിക്കുകയും കഴിഞ്ഞുപോയ ഒരു റമദാൻ അശ്രദ്ധയോടെയും ആലസ്യത്തോടെയും കൂടി പോകാതെ ശുദ്ധമായ തൗഹീദി ആദർശത്തിലും പരലോകത്തിൻ്റെ ദൃഢമായ വിശ്വാസത്തിലും ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടുന്ന, പരലോകത്ത് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്